ഹായ് ഗൈസ്, രാവിലെ അപ്പോൾ അങ്ങനെ സമയം ഏകദേശം 7 മണിയായി. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വെച്ചിട്ടാ ഇറങ്ങിയത്. രാവിലെ ഞാൻ മിക്കവാറും ഒക്കെ ഒരു 6:30-7 മണി സമയത്ത് നടക്കാൻ ഇറങ്ങുന്നതാണ്. അല്ല, 6:30-7 മണിയല്ല, 5:30-6 മണി സമയത്ത്. പക്ഷേ ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. ഞാൻ 6:30 എണീറ്റപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവള് ഇതാണ്ടേ സേവനവാരത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ട ചൂരുമൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ വരെ ഇട്ടു. അപ്പോൾ അത്യാവശ്യമായിട്ടും അവളെ ആരോ വിളിക്കാൻ വേണ്ടിയിട്ടേ, പിന്നെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല, അവളെ കാണാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഒരു പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നു. അപ്പം അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛന് അതിൻ്റെ ഇവിടെ നിന്ന് പത്രമൊക്കെ വായിക്കും രാവിലെ തന്നെ. അപ്പോൾ ഞാനിനി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ നടക്കാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഏത് റൂട്ടാണ് ഞാൻ നടക്കുന്നതെന്നൊക്കെ. അയ്യോ, അപ്പോൾ അതിലും കോമഡി എന്തെന്നറിയാമോ, അവിടെ ഒരു മാമിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് തുടങ്ങിയ സാമ്പാർ അവൾ അടുപ്പേ വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ തീ ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഇതെന്താ, അവളിതാ സാമ്പാർ അടുപ്പേ വെച്ചിട്ട് അവിടെ പാട്ടിന് പോയി. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചണാണ്. ഇന്ന് അവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. കണ്ട, ഈ 3 അടുപ്പും ഒഴിവല്ല. അപ്പം അതുകൊണ്ട് അവള് സെക്കൻഡ് കിച്ചണില്ല, പിന്നെ സാമ്പാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ നടക്കാൻ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ നടക്കാൻ പോയിട്ട് വരാം. ഒരു 3 റൗണ്ട് നടക്കണം, 1 റൗണ്ട് ബെല്ലക്കുട്ടനെ കൊണ്ട്, അങ്ങനെ മൊത്തത്തിൽ 4 റൗണ്ട് നടന്നിട്ട് വരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് നേരെ ടാപ്പോട്ട് നടന്നിട്ട് 1 റൗണ്ട് അടിച്ച് മോളിൽ കൂടെ റെയിൽവേയുടെ തൊഴി വരണം. അത് കോമഡി അതല്ല, കണ്ട ഞാൻ നടക്കാൻ തുടങ്ങിയപ്പം ബെല്ലക്കുട്ടൻ്റെ പരാക്രമം കണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ട അവൻ ഗേറ്റിലിട്ട് പിടിയാ തുറന്ന് വെളി വരാൻ വേണ്ടിട്ട്. കണ്ട, നിന്നെ ഞാൻ പിന്നെ കൊണ്ടുപോവാ. നിന്നെ ഞാൻ 2 റൗണ്ട് നടന്നിട്ട് വന്നിട്ട് നിന്നെ കൊണ്ടുപോകും, ഉറപ്പാ കേട്ടാ. വേണ്ട ആശാൻ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോ കണ്ടോ ഇവിടുന്ന് എത്തി നോക്കുന്നേ. അവൻ്റെ സൗണ്ട് കേട്ടോ. ഇപ്പൊ വരാം മക്കളെ, ഇപ്പൊ വരാടാ കുട്ടാ, നിന്നെ കൊണ്ടുകൂടെ കേട്ടാ. ബെല്ലക്കുട്ടൻ കരയുന്ന സൗണ്ട് കേട്ടില്ലേ? ശരിക്കും പറഞ്ഞ ഇനി ഞാൻ തിരിച്ചു വരുന്നിടം വരെ ആശാൻ അവിടെ ഇങ്ങനെ സ്റ്റഡിയിലേക്ക് പടിയായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. അയ്യോ പാവം, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളിയിലിറങ്ങി കറങ്ങുന്നത്. ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ആശാന് വെളിയിലിറങ്ങി നമ്മൾ ശരിക്കും അവനാ പിന്നെ ഇതില്ലാതെ തൊടലില്ലാതെ നമ്മൾ വെളിയിലിറക്കി കഴിഞ്ഞാൽ ആശാനെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടു കഴിഞ്ഞാൽ ചെറിയ പണി കിട്ടും. കഴിഞ്ഞ ദിവസം താഴെ ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവനെ ശരിക്കും ഗേറ്റ് തുറന്ന് ഓടിയതാണ്. ഇതുവഴി അങ്ങോട്ടൊരു വഴിയുണ്ട്, പക്ഷെ അത് വീടുകളിലോട്ടുള്ള വഴിയാണ്. നമുക്കിതുവഴി റൈറ്റ് തിരിഞ്ഞ് നേരെ പോവാം. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു വീട് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അവിടെ ഒരു പട്ടിയുണ്ട്. അപ്പോൾ അവനെ വെറുതെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുക. അപ്പോൾ ഈ ബെല്ലക്കുട്ടൻ ഒരു പണി കാണിച്ചെന്ന് പറഞ്ഞാൽ അവൾ വന്ന് പിന്നെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഗേറ്റ് അങ്ങോട്ട് തുറക്കുകയും ബെല്ലക്കുട്ടൻ ചാടി അങ്ങ് വെളിയിൽ പോയി. അപ്പോൾ ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ആശാൻ വെളിയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചും കയറി വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴെ മുട്ടൻ്റെ ഒരു ബഹളം.
പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം അവള് രണ്ട് പട്ടികളുടെ കൂടെ ഇടയ്ക്ക് നിൽക്കുക. ബെല്ലക്കുട്ടൻ എന്ത് ചെയ്യുന്നറിയോ, ഈ അവൻ ശരിക്കും പറഞ്ഞാൽ ഉപദ്രവിക്കാനൊന്നുമല്ല, അവൻ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് മറ്റേ പട്ടിയെ മണപ്പിച്ചു. അവനെ കയറി ചാടി ആക്രമിക്കാനായിട്ട് ഇവന്റെ നേരെ ഇങ്ങ് വന്നു. പിന്നെ അവസാനം ഇവന്റെ മേത്ത് ചാടി കയറി. കടിയൊന്നും കിട്ടിയില്ല, പക്ഷെ എന്നാലും മേത്ത് ചാടി കയറി. അവസാനം വല്ല വിധേനെ അവിടുന്ന് പിടിച്ച് കയറ്റിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ. ഇവന് ശൗര്യത്തിന് കുറവൊന്നുമില്ല, ഭയങ്കര പ്രശ്നക്കാരനാ. ഇവനെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അവൻ തിരിച്ചെന്തായാലും അവനും പണി കൊടുക്കും. അതുകൊണ്ട് എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് അവനെ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നു. പിന്നെ പിന്നെ നമ്മുടെ ആ ലാഷ് ഇല്ലാതെ, ലാഷ് എന്ന് പറഞ്ഞാൽ കഴുത്തിടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതില്ലാതെ ഞാൻ അവനെ വെളിയിലോട്ട് കൊണ്ടുപോകത്തില്ല. ലാഷിട്ട് അവനെ ഇങ്ങനെ കയ്യെ പിടിച്ചേക്കും, എന്നിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ 3 റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ആശാനെ പിടിച്ചോണ്ട് വേണം പിന്നെ തിരിച്ച് ഒരു റൗണ്ട് കൂടെ കറങ്ങിയിട്ട് വേണം വരാനായിട്ട്. കാരണം അവനും ഇങ്ങനെ ആ ഒരു 4 മതിലിനകത്തെ 4 ചുവരുകൾക്കകത്ത്, ചുവരുകളൊന്നും അല്ല മതിൽ, അവന് ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്നാലും കുസൃതി. ഇവിടുന്ന് നമ്മൾ കണ്ടില്ലേ, ഈ അയ്യങ്കാളി പ്രതിമയുടെ അവിടുന്ന് തിരിഞ്ഞു വേണം നമ്മളിങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് നേരെ മേപ്പോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, നമ്മുടെ മുക്കുന്നിമല മിലിറ്ററി ക്യാമ്പിലോട്ട് പോകുന്ന വഴിയാണ് അത്. ശരിക്കും ഈ വഴിയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഒരു തോടാ, കണ്ടില്ലേ, സൈഡിൽ കൂടെ പോകുന്നൊരു തോടാ. ഇവിടെ മുകളിൽ ഒരു പറമ്പിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുക JCB കൊണ്ടേ, ഞാനതാ കാണിച്ചത്. ഈ മുക്കുന്നിമല മിലിറ്ററി ക്യാമ്പിലോട്ടുള്ള മെയിൻ വഴിയാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തൂടെ കണ്ട ഈ റോഡൊന്നും ഇനിയും വീതി കൂട്ടത്തില്ല, അപ്പുറത്തൂടെ കണ്ട റോഡൊക്കെ വീതി കൂട്ടുമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധവായു ശ്വസിച്ച് നടക്കാം. നമുക്ക് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമായി ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വീടുകളും ഒരു സൈഡിൽ കൃഷിസ്ഥലങ്ങളും ഒക്കെയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഈ സ്ഥലം. ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി ഇങ്ങനെ വന്നപ്പോൾ തോട് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു 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 വലിയ ബെല്ലക്കൊട്ടിനിരിക്കുന്നു. ഇവർക്കൊക്കെ ഈ നമ്മുടെ പിന്നെ ആളുകളുമായിട്ടൊക്കെ നല്ല പരിചയമായതാണ്, കാരണം അഴിച്ചു വിട്ടേക്കുന്ന. ഇവിടെ അടുത്ത് വീട്ടിലേതോ പട്ടിയാണ് കേട്ടോ, തെരുവ് പട്ടിയൊന്നുമല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ, ഒരു സൈഡിൽ നല്ല കൃഷിസ്ഥലങ്ങളാണ്. അയ്യോ കാണാണ്ടോ, വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു 2 ഈ പോസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റ് ഒടിച്ചിട്ട് അത് 2ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. അങ്ങോട്ട് കയറിപ്പോൻ അത്രയും സ്ഥലമേ ഉള്ളൂ. ഇവിടെ ഒരു കണ്ടോ, ഇവിടെ മൊത്തം വാഴക്കൃഷിയാണ്, കണ്ടില്ലേ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം, വാഴക്കൃഷി മാത്രമൊന്നുമല്ല. അയ്യോ, ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നു. 1 2 വാഴ അങ്ങനെ കൊലച്ച് നിൽപ്പുണ്ട്. പക്ഷെ അത് വെട്ടാറായില്ല, നല്ല ചരിഞ്ഞ് നിൽക്കുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മണ്ണ് എനിക്ക് തോന്നുന്നു ഈ തോടിൻ്റെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ. ഞാൻ ഇന്നാളിൽ ഇതുവഴി നടക്കാനായിട്ട് ഇറങ്ങി ഇങ്ങനെ താഴെ വന്നപ്പോഴത്തേനും ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴിയുണ്ട്. അത് നമ്മൾ അരിക്കടമുക്കിന് ചെന്ന് കയറുന്ന വഴിയാണ്. അവിടെ ഒരു സ്കൂട്ടറിൽ 2 പേര് വന്നിട്ട് ആ തോട്ടിലോട്ടങ്ങ് മറിഞ്ഞു വീണു. വീണെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ മണ്ണ് ഇരുത്തിയതാണ്. പക്ഷെ ഇവിടം എനിക്ക് തോന്നുന്നു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ആക്സിഡൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ തോടിൻ്റെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഇവിടെ വന്നു കഴിയുമ്പോൾ പലതരം കൃഷികളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചീരയും അതുപോലെ തന്നെ പച്ചച്ചീര, ചുമന്ന ചീര, പിന്നെ പടവലം, പാവല്, പിന്നെ വെണ്ട, ഇതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഒന്നാമതേ ഒരു എന്താ തണുത്ത അന്തരീക്ഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കണ്ടില്ല, നല്ല പുല്ലൊക്കെ വളർന്നിരിക്കുന്നത്. പുല്ലിലൊക്കെ ഇങ്ങനെ മഞ്ഞിൻ തുള്ളികൾ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. ഡിസംബർ മാസമല്ലേ. കണ്ടില്ലേ, ഇവിടെ വാഴക്കൃഷി അതിൻ്റെ നടുക്കായിട്ട് എന്ന് പറഞ്ഞാൽ സൈഡിൽ വാഴക്കൃഷി വന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ചീരയാണ്. അത് ചുമന്ന ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ മറ്റ് സിറ്റികളെക്കാളൊക്കെ അപേക്ഷിച്ച് ഈ തിരുവനന്തപുരം സിറ്റിക്ക് ഞാൻ അനുഭവിച്ച ഒരു പ്രത്യേകത, മറ്റ് സിറ്റികളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എറണാകുളത്തൊക്കെ താമസിച്ച സമയത്ത്, അയ്യോ ഇവിടെ വെള്ളം കണ്ടോ, ഇത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുക. പക്ഷെ അതിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു വല്ലാത്ത കളറ് കേട്ടോ, ഒരു പച്ച കളറ്. അതിങ്ങനെ കിടന്ന് പായൽ പിടിച്ച ഒരവസ്ഥയാണ്. അത് ഈ കൃഷിക്ക് വേണ്ടിയിട്ടേ അവിടെ തോട് പോലെ വെട്ടി ഉണ്ടാക്കിയിട്ട്
അവിടെ പിന്നെ ചെയ്തിരിക്കുന്ന വെള്ളം കെട്ടി നിർത്തിയിരിക്കുക. കണ്ടില്ലേ, ഇതൊക്കെ ഇഷ്ടംപോലെ കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ, കണ്ടോ. ഞാൻ പറഞ്ഞു വന്നേ, ഞാൻ ഈ എറണാകുളത്തൊക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എറണാകുളത്തെ ഒക്കെ കാളിലും ഈ സിറ്റിയിലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഗരത്തിൻ്റെ ആ ഒരു എല്ലാ സൗകര്യങ്ങളോടും ഒപ്പം തന്നെ നല്ല ഗ്രാമീണ ഭംഗിയാണ്. ഇവിടെ ഈ മിക്കവാറുമുള്ള ഏത് ഏരിയ ചെന്നാലും നല്ല തിരക്കൊക്കെ കാണും. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയും നമുക്ക് കിട്ടും എല്ലാ സ്ഥലത്തും. ഇനി ഞാൻ പറഞ്ഞത് ഈ സിറ്റിയുടെ സൗകര്യം എല്ലാ സ്ഥലത്തും കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ഒരു കലിങ്ക കേട്ടോ. ഈ സിറ്റിയുടെ സൗകര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരം ജില്ലയല്ല ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം സിറ്റിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഈ നെടുമങ്ങാട്, ആ ബോണക്കാട്, ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ ആ ഒരു സൗകര്യം വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടങ്ങളിലൊക്കെ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഏരിയയിലൊക്കെ കണ്ടില്ലേ, ഇവിടെ 2 സൈഡും കൃഷി സ്ഥലങ്ങളാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഭംഗി ഒട്ടും കളയാതെ തന്നെയാണ് ആ നാഗരികത കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആ തോടിപ്പോൾ ഇടത് സൈഡിലായി കേട്ടോ. ആ കലിങ്ക് കയറി നമ്മൾ ഇപ്പം ഇനി വലത് സൈഡിലോട്ട് വന്നു. നേരത്തെ വലത് സൈഡിലായിരുന്നു തോട്. ഇവിടെ വേറൊരു കലിങ്ക്. മറ്റേ കലിങ്കിനെ ഈ കൈവരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് കൈവരിയൊന്നുമില്ല. ഇതുവഴി ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നതാണ്. ശരിക്കും നമ്മുടെ ആ റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മറ്റേ ഭാഗത്തെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് ആകെപ്പാടെ ഈ ഒരു റൂട്ടാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം തോട്ടിലോട്ട് ഒഴുകി പോവാം. വേറൊരു വഴിക്കൂടെ വെള്ളം ഈ പറമ്പിലോട്ട് കയറും. ഈ വഴിക്കൂടെ ഇങ്ങനെ തോട്ടിലോട്ട് ഒഴുക്കി വിടുക. കാരണം എക്സസ് ആയിട്ടേ വെള്ളം കയറി കഴിഞ്ഞാൽ ചീഞ്ഞു പോവും കൃഷിയൊക്കെ. ഈ റൂട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സൈഡും നിറച്ച് കൃഷിസ്ഥലങ്ങളാണ്. അതായത് നല്ല ശുദ്ധമായി ശ്വസിച്ചു പോകാം. നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ ശരിക്കും പറയാൻ നടന്നു പോകുന്നത്. അയ്യോ, ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ മേളിലായി നമ്മൾ. അയ്യപ്പ, ഇതിപ്പോൾ ഒരു അയ്യപ്പത്താവളം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസമൊക്കെ ആയി കഴിയുമ്പോൾ തത്വമസി ഇവിടെ ഈ അയ്യപ്പത്താവളങ്ങളിങ്ങനെ പലയിടത്തും ഉണ്ടാക്കും. സ്വാമിമാർക്ക് വേണ്ടിയിട്ടേ, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് 41 ദിവസം വ്രതമെടുക്കുന്ന അയ്യപ്പന്മാർ അയ്യപ്പത്താവളമൊക്കെ ഉണ്ടാക്കിയിടും. പിന്നെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുത്തൊരു കയറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ചായക്കടയാണ് അവിടെ. ആശാൻ ഇവിടെ ചായ കുടിക്കാൻ എത്തുകയെന്ന് തോന്നുന്നു. അതറിയാൻ വേണ്ടിട്ടോ. ഓക്കെ, ഹലോ, ഞാൻ പോട്ടെ. ഓ, ഞാൻ വീട്ടിൽ കാണും. ഏത് തേക്കോ? ഓക്കെ, അവനെ പോര്, കുഴപ്പമില്ല. ഓ, അറിയിക്കും. എത്ര മണിക്ക് വരും? ആ, പോര് പോര്, ഞാൻ കാണും. ആ, കാണുക. നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാനും അതേപോലെ തേക്കൊക്കെ അരയാനും വരുന്ന മുരുകൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ 10 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു നമ്മുടെ തേക്കരയാൻ വേണ്ടി. അയ്യോ അമ്മച്ചിയെ, ഇനി അങ്ങോട്ട് നല്ല കുത്ത് കയറ്റം കേട്ടോ. ഈ കയറ്റം കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ ആ പണി നടക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. മണ്ണൊക്കെ എടുത്തിട്ടില്ലേ, ഞാൻ ചെന്ന് കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കുള്ളൂ. ഏകദേശം നമ്മൾ മുകളിലെത്തി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലും വീടുകളാണ്. വീടുകൾ കൊണ്ടൊരു കോളനി പോലെ ഇങ്ങനെ 2 സൈഡിലും പിന്നെ വീടുകളാണ്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നടന്നു വേണം, ഒരു പൂച്ച, ഇതിന് ഇടയ്ക്കൂടെ നടന്നു വേണം നമുക്ക് ആ സ്ഥലത്തോടെ എത്താനായിട്ട്. പക്ഷേ എൻ്റെ അമ്മോ, ചെറിയ വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ രാവിലെ ഇത്തിരി നേരത്തെ വെളുപ്പിനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഇത്രയും വേർക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, വെയിലുറച്ചുകൊണ്ടായിരിക്കും നല്ല വേർത്തു. ഇപ്പോൾ ഇവിടെയും ഏതാണ്ട് അതിലൊരു
അയ്യപ്പൻ്റെ അയ്യപ്പത്താവളമുണ്ട്. ഇനി മേളിൽ കയറുന്നു. താഴെയുണ്ട്, മുകളിലുമുണ്ട്. 2 അയ്യപ്പത്താവളങ്ങളാണ്. ഇവിടെ ഉണ്ട് ഒരു അയ്യപ്പത്താവളം. അയ്യോ, ഇതാണ് 2ാമത്തെ അയ്യപ്പത്താവളം. കണ്ടില്ലേ, ഇവിടെയും തത്വമസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ആരാധനയും കാര്യങ്ങളും ഒന്നുമില്ല. ദിവസം രാവിലെയും വൈകിട്ടും, അതായത് ഈ വൃശ്ചികം 41 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെയും വൈകിട്ടും വിളക്ക് തീരും. പിന്നെ അതുപോലെ തന്നെ അവരുടേതായ ഭജനയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പം പിടികിട്ടിയ ഏതാ സ്ഥലം എന്നുള്ളത്. റെയിൽവേയുടെ പണി നടക്കുന്ന സ്ഥലത്തോട്ട് കയറി. ഇവിടെ പിന്നെ കുറച്ച് പൊടിയാണ് കേട്ടോ. പൊടിയും ഒക്കെ അടിച്ചേ നമുക്ക് ഇതുവഴി നടക്കുന്നത് അത്ര സുഖകരമായ അവസ്ഥയില്ല. പക്ഷേ ഇതൊരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100 മീറ്ററിനകത്തേ ഉള്ളൂ. 50 മീറ്റർ വരുമായിരിക്കും. അത്രേ ഉള്ളൂ ഈ പൊടിയുള്ള സ്ഥലം. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം തന്നെ സെലക്ട് ചെയ്യുന്നത്. മറ്റേതേ നമ്മൾ നേരെ അയ്യപ്പത്താവളം താഴെ ഒരെണ്ണം കണ്ടില്ലേ, അതൊരു വലത്തോട്ട് തിരിഞ്ഞ് നേരെ കയറിയ അങ്ങ് സ്റ്റുഡിയോ റോഡിൽ ചെന്ന് കയറും. പക്ഷെ അവിടെ കയറിയാൽ നമുക്ക് മെയിൻ റോഡ് വഴിയേ വരാൻ പറ്റുള്ളൂ. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി. നല്ല വെയിലുണ്ട്. നല്ല വെയിലില്ല, എന്നാലും ചെറിയൊരു ചൂടുണ്ട്. കുറച്ചുകൂടെ രാവിലെ ഇറങ്ങേണ്ടിയായിരുന്നു. കണ്ടില്ലേ, ഇതാണ് പണി നടക്കുന്ന സ്ഥലം. നമ്മുടെ നേമത്തെ റെയിൽവേ പാലത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ. കണ്ടോ, ഞാൻ പറയില്ല, ഇത് നമ്മൾ നേരത്തെ ഉള്ള വഴി അപ്പുറത്തെ വഴി കൂടെ പോയി സ്റ്റുഡിയോ റോഡ് കയറി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയല്ലോ. പക്ഷെ അവിടെ ഈ അവസ്ഥയൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ വണ്ടികൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നടപ്പത്ര സുഖകരമായ ഒരു കാര്യമല്ല അതുവഴി പോകുന്നത്. പക്ഷെ അതേക്കാൾ ഏറ്റവും സുഖമുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇതാ. പക്ഷേ ശരിക്കും ഇതിന് ഒരു 3 റൗണ്ട് നടക്കുന്നതിന് തുല്യമാണ്. അതുവഴി പോയാൽ സ്റ്റുഡിയോ റോഡ് വഴി നേരെ വെള്ളായണിയിൽ ഇറങ്ങി, വെള്ളായണിയിൽ നിന്ന് നേരെ ദാണ്ട മിക്കവാറും ഇവിടെ കട്ടകളാകപ്പാടെ ഇനിയും 5-6 എണ്ണേ ഉള്ളു കേട്ടോ. ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ റോഡ് വഴി നേരെ വെള്ളായണിയിൽ ഇറങ്ങി, വെള്ളായണിയിൽ നേമം ജംഗ്ഷനിലെത്തി. നേമം ജംഗ്ഷനിൽ നിന്ന് നേരെ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് വഴി നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, അത്രയും ഇതിനൊരു 3 റൗണ്ട് നടക്കുന്ന തുല്യ ദൂരം തന്നെ അതുവഴി നടന്നാലുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുള്ള പറയാൻ നിറച്ച് പൊടി അടിച്ച വഴിയാണ് കേട്ടോ. ഒരു നിവൃത്തിയില്ല. അവിടെ ഇപ്പോൾ ഈ വണ്ടികളൊക്കെ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നുണ്ടേ, നല്ല പൊടിയായിരിക്കും. നമ്മൾ ഏകദേശം വീടിനോട് അടുക്കാറായി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 2 റൗണ്ട് കൂടെ മൊത്തം നടക്കണം. അയ്യോ, കൊള്ളാം എന്തായാലും ഇത്. പക്ഷെ നല്ലൊരു എനിക്ക് തോന്നുന്നൊരു 1.5 കിലോമീറ്റർ ഒരു റൗണ്ട്. അപ്പോൾ 3, 1, 4, 4.5 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. ഏകദേശം അത്രയൊക്കെ മതിയാവും. വന്നിട്ട് ഇനിയും കുറച്ച് ചെറിയ തോതിൽ എക്സർസൈസ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും. എന്തുണ്ട് നമ്മളങ്ങനെ ഏകദേശം ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം വീടിൻ്റെ അവിടെ ചെല്ലുമ്പം ബെല്ലക്കുട്ടൻ്റെ ചാട്ട കണ്ടതാ കേട്ടാ. അയ്യോ, ബെല്ലക്കുട്ടനെ ഇപ്പം കൊണ്ടുപോകാനാണെന്നുള്ള വിചാരത്തിൽ ആശാൻ ഇപ്പോൾ ഓടി വരുന്നാണ്ടിരിക്കുന്നു. ബെല്ലക്കുട്ടൻ തോണ്ടിരിപ്പുണ്ട്, ആണ്ട് ചാടി വരുന്നത്. കൊണ്ടുപോവാ കേട്ടാ, കൊണ്ടുപോവാ. 2 റൗണ്ടുള്ള കഴിഞ്ഞിട്ട് കൊണ്ടുപോവാ. ആശാന് ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ കാത്ത് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിതുവഴി ഓരോ റൗണ്ട് വരുമ്പോഴും ആശാൻ എൻ്റെ പുറകെ ചാടും. പിന്നെ നമുക്ക് നേരെ 2 റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് ബെല്ലക്കുട്ടനെയും കൊണ്ട് ഒരു പോക്കൂടെ പോവാം. എന്താ? നമ്മുടെ ഏകദേശം 3 റൗണ്ട് നടത്താൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തി. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു 84 കിലോ ഉണ്ട്. നമുക്കിത് എന്തായാലും 1 മാസം കൊണ്ട് നമുക്കൊരു 75-ലെത്തിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞതാണ്. ഡിസംബറിൽ, ജാനുവരി, അതായത് ന്യൂ ഇയർ ആകുമ്പോഴത്തേനും എന്തായാലും ഒരു 80-ന് താഴെ, ഒരു 75-77 എത്തിക്കണം. പിന്നെ നമ്മൾ നവംബറിൽ പറഞ്ഞതുപോലെ ഡിസംബറിൽ പറഞ്ഞത് ഉറപ്പായിട്ടും ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് വെയിറ്റ് നമ്മൾ കുറച്ചിരിക്കും. അപ്പോൾ അതിനുള്ള തീവ്ര പരിശ്രമമാണ്. ഇനി ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടനെയും കൊണ്ട്
ഇനി അടുത്ത ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാം. മൊത്തം 4 റൗണ്ട്. അപ്പോൾ ഇനി അടുത്തത് ബെല്ലക്കുട്ടനെ കൊണ്ടാണ്. അയ്യ ആശാൻ ഇങ്ങനെ 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 വെകളി പിടിച്ച് നിൽക്കുക. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പുറത്ത് ചാടിയാൽ മതി എന്ന് പറഞ്ഞത്. ഇല്ലടാ എന്നെ ആരെങ്കിലും ഒന്ന് അഴിച്ചോണ്ട് പോന്ന് പറയണ്ട ആശാന്റെ നിപ്പ്. നമുക്ക് ഞാൻ ബെല്ലക്കുട്ടനെ കൊണ്ട് പോയിട്ട് വരാം. പോയിട്ട് വരാം. ഒന്ന് അഴിച്ചോട്ടേ, കിടന്ന് ചാടാതെ ഒന്ന് അഴിച്ചോട്ടെ. നിക്ക് നിക്ക് നിക്ക്. അയ്യോ എന്റെ അമ്മേ, തന്നെ കൊണ്ടുപോടുന്നു. ഇതുകൊണ്ട് തന്നെ ആശാനെ വെളിയിലോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതെന്റെ കയ്യല്ലേ ഞാൻ ഈ സാധനം ഇങ്ങനെ ഇടും. ഇല്ലെന്ന് പറഞ്ഞാൽ ആശാൻ എന്നെ വലിച്ചുകൊണ്ട് പോകും. ഓ പതുക്കെ 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 പതുക്കെ. അയ്യോ അല്ല, ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അടുത്ത അവൻ്റെ പെടുപ്പ് തുടങ്ങി. വഴിയിലെല്ലാം പോയിട്ട് മുള്ളി വെക്കും. അത് ഈ പട്ടികൾ വഴി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണെന്നാണ് പറയുന്നത്. അയ്യോ പതുക്കെ പതുക്കെ. അയ്യോ അവനെ വല്ലപ്പോഴും വലിയ വെളിയിൽ ഇറക്കുന്നത് എൻ്റെ ഒരു ആവേശമാണ്. അതുകൊണ്ട് കണ്ട അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അയ്യോ യവനെ വെച്ചോണ്ട് ഷൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്. എന്തായാലും പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ആശാനം കൊണ്ട് പോയിട്ട് വട്ടോ ആദ്യം. അയ്യോ ഓടല്ലേ ഓടല്ലേ. അയ്യോ അയ്യോ ബെല്ലക്കുട്ടനെ വെളിയിലോട്ടിറക്കിയപ്പോഴത്തേലും പരാക്രമമൊന്നും പറഞ്ഞാൽ പോരാ, അന്യായ പരാക്രമം ആശാൻ. അവനെ മിക്കവാറും രാവിലെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോകും. പക്ഷേ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ആശാനൊരു പ്രത്യേക എനർജിയാണ്. എന്നെ വലിച്ചോണ്ട് ഓടുക. അയ്യോ ഞാൻ സത്യം പറഞ്ഞാൽ 3 റൗണ്ട് നടത്താൻ കഴിഞ്ഞുകൊണ്ട് ഇവൻ്റെ പുറകെ ഓടാൻ വയ്യ. അയ്യോ അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ഞാനും ബെല്ലക്കുട്ടനും എക്സർസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അയ്യോ അവൻ്റെ ഹാങ് ഓവർ തീർന്നില്ല. കേരടാ വാ 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 വാ. അവനെ നടന്നേച്ച് വന്നതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ തീർന്നില്ല. ഇനിയിപ്പോൾ ആശാനെ ഇവിടെ കെട്ടിയിട്ടേക്കാം. കാരണം അറിയാം, അവനില്ലെങ്കിൽ ഇവിടെ കിടന്ന് തുരുതുരാന്ന് ഓടും. ഗേറ്റ് അടച്ചിട്ട് വരാം. ഗേറ്റ് അടയ്ക്കാൻ പോലും സമ്മതിക്കത്തില്ല. അയ്യോ ഇനിയിപ്പോൾ ആശാനെ വെള്ളമൊക്കെ കൊടുക്കണം. 4 റൗണ്ട് ആയപ്പോഴത്തേനും നല്ല കുഴപ്പി. ഇത് സത്യം പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ മിക്കവാറും ദിവസങ്ങളിലേ ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി എനിക്ക് മടിയാവും. പിന്നെ എല്ലാം ഫ്ലോപ്പായി പോകും. ഇനി നമ്മുടെ ചക്കരയും കഴിച്ചു വിട്ടേക്കാം. ഓടിക്കോ. ഇനി ചങ്കരം പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വട്ടെ. അപ്പോൾ അയ്യോ ഇനി ഒരു 15 മിനിറ്റ് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് കാപ്പിയൊക്കെ കുടിക്കണം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിന്നെ ഇവിടെയൊക്കെ പോകണം. പിന്നെ പൂജപ്പുര വരെ ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ ബൈ.